നിങ്ങൾ മിണ്ടാതെ പ്ലീസ്, എനിക്ക് ഭ്രാന്ത് കയറിയിരിക്കും. എനിക്ക് വിടൂല, നീ കരഞ്ഞു കാണിക്കേണ്ട, പൈസ ഇല്ല. എല്ലാവരും പോണം. എല്ലാരും പൊക്കോട്ടെ. എന്തോ ഇത് അപ്പുറം എപ്പുറം ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരുണ്ടായിക്കോട്ടെ. എന്തോ ബഹളം ഇങ്ങനെയുണ്ടോ? നീ ഒന്നാണ് എന്നോട് ഒരെണ്ണായപ്പോ ഇങ്ങനെ. അപ്പൊ രണ്ടു പിള്ളേരുണ്ടെങ്കിൽ നീ എന്തായിരിക്കും ഇവിടെ? നീ ഒരു സമാധാനം തരില്ല. വെച്ചിട്ടുണ്ട് ഞാൻ. പോണ്ട, പിള്ളേരെ കൊച്ചിനെ കൊഞ്ചിച്ച് അവിടെ ഭക്ഷണമാക്കി വെച്ചേക്ക എല്ലാരും കൂടി. മക്കളെ, നമുക്ക് അടുത്ത വർഷം ടൂറിന് പോകാം കേട്ടാ. നേരെ നിൽക്കാനെ പറഞ്ഞു. തക്കിളി നീ മേടിക്കല്ലേ എന്റെ കയ്യിൽ നിന്ന് വെറുതെ. എല്ലാരും പൊക്കോട്ടെ, ഞാൻ വരുന്നില്ല നമ്മൾ പറഞ്ഞാ മതി. മക്കളെ ഡാഡി മമ്മിയും കൂടെ കൊണ്ടുപോയി. നമുക്ക് ചുമ്മാ കൊച്ചിനെ നീ കളിക്കല്ലേ, കൊച്ചിനെ അടിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയുക കേട്ടാ. മക്കളെ കരയാതെ പോ, കരയാതെ പോ, തുടച്ചിട്ട് പോയെ കരയല്ലേ. കൊഞ്ചിച്ച് വഷളാക്കി അവർക്ക് മുഴുപ്പിരാന്താ. കൊച്ചുങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് വാശി പിടിക്കാൻ അതിൻ്റെ രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓ, അവളിവിടെ കിടന്ന് തുള്ളാറുണ്ട്, ചാരി വേണം ചാരി വേണമെന്ന്. അതിനൊന്നും കുഴപ്പമില്ല. കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സമാധാനത്തിൽ പറഞ്ഞുകൂടെ. നടക്കാൻ അങ്ങോട്ട് പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലാവൂലാത്ത? എന്റെ പൊന്നു മോളെ, ഒന്നുമില്ലേറെ എടി, നിന്റെ ബസ് പോകൂട്ടാ. ക്ലാസ്സിലെല്ലാവരും ടൂറിന്, ഞാൻ മാത്രമുള്ള വിടണില്ല. ടൂറ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പോവണ്ടാന്ന്? ടൂറ് പോണോന്ന്. ഇപ്പൊ അവള് പോട്ടെ, അവളങ്ങനെ പോണ്ട. ഇവിടെ പറയണതൊക്കെ തുള്ളാൻ വിടാൻ ഇവിടെ പൈസ ഇട്ടുണ്ട്. ഇവിടെ പൈസ കെട്ടി വെച്ചേക്കാണോ? അവള് കരയണ കണ്ടില്ലേ? ആ, കരഞ്ഞോട്ടെ, കുറച്ച് കരയുമ്പോ എന്താടി പറഞ്ഞ മനസ്സിലാവില്ലാത്ത? എന്താടി പറഞ്ഞ മനസ്സിലാവില്ലാത്ത? നാത്തൂനെ, ഞാൻ ഏട്ടനോട് പറഞ്ഞ പൈസ മേടിച്ച് തരാം. വേണ്ട, മാമ കണ്ട മാമ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. മാമ വാങ്ങിച്ചു തരണ്ട, നീ സ്കൂളിൽ പോവാൻ നോക്കിക്കേ. അതുകൊണ്ടല്ല ഞാൻ ഈ പോണ്ടാന്ന് പറയണേ. പിന്നെന്താ, 3 ദിവസം കഴിഞ്ഞാലേ ടൂർ കഴിഞ്ഞ് പിള്ളേർ തിരിച്ചു വരുള്ളൂ. ഈ കാലം ചില മുകളിലോട്ട് ഈ പെണ്ണ് വെച്ച് ഒറ്റയ്ക്ക് പോണ്ടേ? അവളുടെ ക്ലാസ്സിലെ ടീച്ചർമാരൊക്കെ ഇല്ലേ? ആ, ടീച്ചർമാരൊക്കെ എങ്ങനെ ഉണ്ടാവും? അടിക്കും ഞാൻ. ഇവർക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂലാത്തത്? അവള് പൊക്കോട്ടേന്ന്. കുറെ നേരമായില്ല തുടങ്ങിയത്. കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടാൻ നോക്ക്. നാത്തൂനെ, അവള് പൊക്കോട്ടേ. നീ എന്താ പറയണേ? നിനക്കൊരു കൊച്ചുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇത് പറയില്ല. പെറ്റായിരുന്നു എനിക്ക് തെണ്ണറിയാൻ പാടുള്ളൂ. സ്കൂൾ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിന്നെ നടത്തിക്കൊണ്ടുപോകും. എന്താ പ്രശ്നം? എടി, അവളെ ടൂറിന് വിടണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് തങ്കവും ക്ലീറ്റസും അല്ലേ? അത് അവരുടെ തീരുമാനമാണ്, അവരുടെ കൊച്ചല്ലേ. അങ്ങനെ പറഞ്ഞേ? ആ, അത് അവള് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാണ്. അതാലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവളുടെ നാക്കിന് ഇല്ലല്ലോ. തക്കളി, ഞാൻ മോളെ പോലെ അല്ലേ ഏട്ടാ നോക്കണേ. അപ്പൊ അവള് കരഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇതെന്താ വിഷയം എന്നറിയാമോ? ടൂറിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരുള്ളൂ. അതുവരെ കൊച്ചിനെ കാണാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. അതാണ് മെയിൻ വിഷയം. പിന്നെ മാത്രമല്ല, അവൾ പറഞ്ഞാലും കാര്യമുണ്ട്.
കൊച്ചെന്തെങ്കിലും കാര്യത്തിന് കടന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ തന്തി തള്ളിയും പറയുന്നതിന് എന്ത് വില? അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ശരിയാ, അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. സ്വന്തം മക്കളാവുമ്പോഴല്ലേ ആ ഫീലിങ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. നീ ഇനി അതന്നെ ആലോചിച്ചിരിക്കണ്ട കേട്ടോ എൻ്റെ ജമന്തി. ഇനി ഇന്നത്തെ ദിവസം മൊത്തം അതന്നെ ആയിരിക്കും. ഇല്ലേ, ഞാൻ ഇനി അവളുടെ ഒരു കാര്യവും നോക്കാൻ പോണില്ല. അപ്പൊ പിന്നെ ഈ വഴക്കില്ലല്ലോ. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പം ഞാൻ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാവണ്ടോ ഇല്ലയോ? ഏട്ടാ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് ഓഫീസ് വിടുന്ന സമയമാകുമ്പോഴത്തേന് തക്കളീനെ കൂട്ടിയിട്ട് നേരെ ഓഫീസിലേക്ക് പോവാം. നമുക്ക് അവളെയും കൂട്ടിയിട്ട് ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം. അവൾ സന്തോഷമാവും. പിന്നെ വെറുതെ ഇനിയിപ്പോൾ അത് മതി നാത്തൂനെ. ഒന്നും മിണ്ടായിരിക്കേട്ടാ. നീ പറയണത് അങ്ങോട്ട് കേൾക്കുവോ? വിളിച്ചോണ്ട് വരുമോന്ന്? ആ നോക്കാം. ആ എന്താ പിന്നെ പറഞ്ഞതാണ് കേട്ടാ. ഇത് ഓഫീസിൽ പോയ സമയമായി, എണീക്ക് ഭക്ഷണം കഴിക്കണം. എണീക്ക്. എന്താ? അതെ, എന്താ നിന്റെ ഉദ്ദേശം? കൊച്ചിനെ ടൂറിന് പോകാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മറിച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ കൊച്ചിനായിട്ട് തല്യം വഴക്കുറയേണ്ട കാര്യമൊന്നുമില്ല. പൈസയാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് അതാണോ മനസ്സിലായത്? പിന്നെന്താണ്? ക്ലീറ്റോ അവള് 3 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ ടൂറിന് പോയിട്ടുണ്ടെങ്കിൽ. ഈ 3 ദിവസം കാലം ചെല്ലാൻ മൂലയിലോട്ടൊരു പെങ്കൊച്ച് തനിച്ച് എന്നെ കൊണ്ട് പറ്റൂല അതൊന്ന് നോക്കിയിരിക്കെ. തനിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ടീച്ചർമാരുണ്ട്. അല്ലെ പോയിട്ട് ടൂറിന് വിടണ്ട. നീ എന്താ ഇപ്പൊ ഇത്ര ജമതിയോട് നീ എന്തോടി പറഞ്ഞേ? എന്താ പറഞ്ഞ? ജമന്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവളോട് പോവണ്ടെന്ന് പറയുമ്പോ അവളെ വിട് എന്ന് പറഞ്ഞ എന്തിനാ? അതിന് കാര്യമുണ്ട്. നമ്മളെ മോളെ അവളെ സ്വന്തം മോളെ പോലെ തന്നെ കാണുന്നത്. ആ എന്റെ മോളെ അങ്ങനെ സ്വന്തം മോളെ പോലെ കാണണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീ കാണണ്ടെന്നൊന്നും പറയണ്ട. നീ ഇല്ലാതെ പലപ്പോഴും അവളുണ്ടല്ലോ നിന്നെക്കാളും നല്ല രീതിയിൽ കൊച്ചിനെ നോക്കുന്നുണ്ട്. എന്തിനാന്നേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ബാക്കി സമയത്ത് അവള് നോക്കിയാ മതി. ബാക്കി ഞാനേ വല്ലതും പറഞ്ഞ ഒന്നീ പറയണ മനസ്സിലാക്കണം. അവക്കത് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടാവും. ക്ലീറ്റോ എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്തത്? ഇപ്പൊ ഞാൻ പറഞ്ഞ അവളെ വിടാൻ പറ്റൂല. ഇല്ല അവള് പോട്ടെ എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ആരായി? ഞാൻ കൊള്ളില്ലാത്തവളായോ? അത് നോക്കിട്ടല്ല, കൊച്ചിനൊരു 2 ദിവസം സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ സന്തോഷം കിട്ടണ്ട. അത്രയും കുറച്ച് സന്തോഷിച്ചാൽ മതി. പിന്നെ ഇവിടെ നിന്റെ അവിടെ നിന്നാ ഭയങ്കര സന്തോഷം തന്നെ അതിന് കിട്ടും. കൊച്ചിനെ ഒരു നേരം നീ എപ്പോഴെങ്കിലും അതിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ നീ കൊച്ചിനെ? പിന്നെ ഞാൻ അവളുടെ പെറ്റതള്ളല്ലോ. പിന്നെ പെറ്റെന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളയാവുന്നില്ല. കൊച്ചുങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ കൂടെ പഠിക്കണം. ഇതാ കുഴപ്പം. തള്ളൊന്ന് ചീത്ത പറഞ്ഞ 4 സൈഡിൽ നിന്ന് ആൾക്കാർ വരും. വഴക്കുറല്ലേ കൊച്ചിച്ച് വഷളാക്കിട്ട്. നീ വഴക്കല്ലല്ലോ, നീ ഭ്രാന്തളവല്ലേ, പത്രകാളി തുള്ളല്ലേ ചെയ്യണത്. പിന്നെ എങ്ങനെ? എനിക്ക് ഇതേ അറിയാൻ പാടും. ഇതേ അറിയാവൂ നിനക്ക്. എന്നോടും ഇത് തന്നെ, കൊച്ചിനോടും ഇത് തന്നെ, ആരോടും ഇത് തന്നെ. കൊച്ചുങ്ങളെ വളർത്തണത് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കൊച്ചുങ്ങൾ. അവരും തള്ളമാരും മര്യാദയ്ക്ക് തന്നെ വളർത്തണത്. നീ എങ്ങനെ വളർത്തിക്കോ? അവസാനം എന്തേലും ആകുമ്പം എന്നോട് ചോദിക്കാൻ പറ്റും. ചേട്ടാ ഇതുവരെ മുഖം തെളിഞ്ഞില്ലേ? അതെ, സ്കൂളിൽ നിന്ന് ടൂറ് പോയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി വേറെ എവിടെയെങ്കിലും ടൂറ് പോവാം. അതുപോരെ? നിനക്ക് ടൂറ് പോയാ പോരെ? ഇന്ന് തൽക്കാലം മാമി മോക്ക് ഐസ്ക്രീം മേടിച്ചു തരും. മാമയുടെ ഓഫീസിൽ കാത്തു നിൽക്കുക. പാർക്കിൽ പോണോന്നാ? എന്നാ പാർക്കിലും പോവും. വേറെ എന്തെങ്കിലും മേടിക്കാണ്ടെങ്കിൽ അതും മേടിച്ചു തരും. ചിരിക്ക് നല്ലോണം. നീ വഴക്കുണ്ടാക്കരുത് കേട്ടോ അമ്മ അടുത്ത്. ഓടിപ്പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. വേഗം ചെയ്യേ. ഏട്ടാ, തക്കളി ഇപ്പൊ വന്നേ ഉള്ളൂ. വരുവാന്നേ. അവള് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ശരി. നീ ഇപ്പൊ ഒരു സ്ഥലത്തും പോകണ്ട, അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിച്ചോ. ഞാൻ നീ തയ്ച്ചതും കൊടുത്ത് കുടുംബശ്രീയിലും പോയിട്ട് വേഗം വരാം. കരഞ്ഞു കാണിക്കേണ്ട, അമ്മ സമ്മതിക്കൂല. ചായ മുഴുവനും കുടിച്ച് ബിസ്ക്കറ്റ് മുക്കി തിന്നോ. ഇതുവരെ റെഡി ആയില്ലേ? അവള് വരണില്ല. എന്താ നാത്തൂന് ഇങ്ങനെ പറയണേ? അവള് വരണില്ല ജമന്തി. എന്തിനു നിർബന്ധം? നിനക്ക് രാവിലെ കിട്ടിയതിന്റെ ബാക്കി കിട്ടൂനി. ഇവിടെ എനിക്ക് വരണമെന്നുണ്ട്, അമ്മ വിടാത്താണ്.
എന്റെ നാത്തൂനെ അവള് രാവിലെ എന്തോരം കരഞ്ഞതാ. അവള് കരഞ്ഞോട്ടെ, അമ്മേ ഞാൻ ടൂറിന് വേണ്ട, നീ ഇവിടെ ഇരിക്കാനേ പറഞ്ഞു ഞാൻ. അവൾക്ക് നാളെ പരീക്ഷ, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അവിടെ പഠിച്ചോ. പറഞ്ഞു ഞാൻ ടൂറിന് പോയില്ലല്ലോ. ആ ടൂറിനും പോകണ്ട, ഇപ്പോഴും പോകണ്ട. പ്ലീസ് അമ്മ ഒരു പാർക്കിൽ പോയിട്ട്. അതെ, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ തുള്ളി നടന്നാ പോരാ. അങ്ങനെ തുള്ളാൻ വിളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പഠിക്കണമെങ്കിൽ നീ വിചാരിക്കണം. പഠിച്ച് അവള് ഞങ്ങളുടെ കൂടെ ഇല്ലേ വന്നെ? ഏട്ടൻ അവിടെ ഓഫീസിൽ കാത്തു വെക്കും. നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര നിർബന്ധം അവളെ കൊണ്ടുപോകണമെന്ന്? എനിക്കൊരു താല്പര്യമില്ല അതിനകത്ത് കൊണ്ടുപോകണം. അവിടെ ഇവിടെ നാത്തൂന് വേറെ ഒന്നിനും അല്ല, ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനല്ലേ. അവൾ ഐസ്ക്രീം ഒക്കെ ഒരുപാട് തിന്നിട്ടുണ്ടിരിക്കടി. നീ പോവോന്ന് വഴക്കിടല്ലേ നാത്തൂനെ? ജമന്തി, ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിഷ്ടമല്ല അവളെ കൊണ്ടുപോകാൻ. വേറെ ആരില്ലല്ലോ, ഞങ്ങളല്ലേ. ആരാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. അമ്മ ടൂർ പോയില്ലല്ലോ, പ്ലീസ് ഇതിനെങ്കിലും വിടമ്മ. ആഗ്രഹിച്ചല്ലേ അവള്. അവൾ എന്തിനായി ആഗ്രഹിക്കണ ആവശ്യമില്ലാത്ത കാര്യങ്ങള്? അവളെ ടൂറിന് കൊണ്ടുപോകാനും പാർക്കിൽ കൊണ്ടുപോകാനും ഒക്കെ അവൾക്ക് അപ്പനും അമ്മയുണ്ട്. അതില്ലാതെ അമ്മ കൊണ്ടുപോയാൽ മതി ആൾക്കാര്. എന്നെങ്ങും കൊണ്ടുപോയില്ലല്ലോ അമ്മ. ആ വേണ്ട, നീ അവിടെ ഇരുന്നേ. ഇനി ഞാൻ വടിയെടുക്കും. സാരില്ല, മാമി പോയിട്ട് വേഗം വരാം, ഐസ്ക്രീം കൊണ്ടുവരാം. പോരെ? കരയണ്ട, വേഗം വരും ട്ടാ, വേഗം വരും. ഒന്നും പറയണ്ട. നീ അവിടെ ഇരുന്ന് ചായയും കുടിച്ച് അവിടെ ഇരുന്ന് പഠിച്ചോ. ഞാൻ നീ അധിക പ്രസംഗം കാണിക്കരുത് എൻ്റെ അടുത്ത്, കേട്ടല്ലോ? ആ, ഞാൻ വാതില് പൂട്ടിയാ പോണത്, പുറത്ത് ഒരിടത്തും പോകണ്ട. വേണ്ട, അപ്പുറത്തിരിക്കണ്ട. നിനക്ക് എന്താ ഈ വീട്ടിലിരുന്നാല്? നേരെ വെളുക്കുമ്പോ അങ്ങോട്ട് ഓടും അവള്. ഇനി മേലാൽ എന്നോട് ചോദിക്കാതെ അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരാടി. അഹങ്കാരി, അവിടെ ഇരുന്ന് പഠിക്കണേ. നമ്മളവള് അമ്മ വേഗം വരാട്ടോ. ഡീ നാളെ പോയപ്പോഴേ ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ചുകൂടെ വലുത് വേണമായിരുന്നു. ആ വലുത് എടുക്കായിരുന്നു, വെള്ള. നീ ഒരു കാര്യം ചെയ്യും, അവളെ പോയി വിളിച്ചിട്ട് വാ. അവിടെ ഞാൻ പോവില്ല. എന്തേ? എന്നിട്ട് വേണം നാത്തൂനെ എന്റെ തലയും കൊണ്ട് പോവാൻ. ഐസ്ക്രീം ഇതാ, ഞാൻ പോയിട്ട് തരാം. ഐസ്ക്രീം ഒരെണ്ണം എനിക്ക് വേണം. നിനക്ക് എന്തിനാണ് ഇത്? എടുക്കട്ടെ ഏട്ടാ. സ്പൂണ് വേണ്ട, നീ നക്കി തന്നാ മതി. അവള് വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ തങ്കം, 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 എന്താ വാതിലെന്താ പൂട്ടി? തങ്കം, തക്ലി മോളെ, തക്ലി മോളെ, തക്ലി മോളെ, തക്ലി മോളെ, ജമന്തി, ജമന്തി, എടി ജമന്തി, എന്താ പൂട്ടി? ജമന്തി, വീണ് കിടക്കണു. വാതിൽ തുറക്കാൻ എന്താ മാർഗം? മോളെ, മോളെ, ഇത് എണീക്കണില്ലേ? എന്തില്ല? ഒരു കാര്യം ചെയ്തു വന്നേ, പിന്നെ അപ്പുറത്തോട് തുറക്കാം. ഇത് ചോര. മോളെ
മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പിടിക്ക് പിടിക്ക് തക്കളി തക്കളി. ക്ലീറ്റ വന്നോ? ക്ലീറ്റ, മഴക്കാളി പെണ്ണെ. തക്കളി മോളെ, മോനെ, ക്ലീറ്റ, ഈശ്വരന്റെ കുഞ്ഞ്, തക്കളി. ജമന്തി, ജമന്തി, മോളെ, തക്കളി. ജമന്തി, 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 ദേ. ജമന്തി, ജമന്തി. ഹലോ അമ്മാവാ, ഞാനേ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് കുടുംബശ്രീക്ക് പോയതാ. ഇപ്പൊ തിരിച്ചു വരുമ്പോ മോളെ കാണുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചോരയും കിടപ്പുണ്ട്. ഇല്ല, ക്ലീറ്റോനെയും കനനെയും വിളിച്ചിട്ടൊന്നും കിട്ടണില്ല. ജമന്തിനെയും കാണുന്നില്ല. അമ്മാവനൊന്ന് വേഗം വരും അമ്മനെയും കൂട്ടി. അയ്യോ, തക്കളി, എന്താ പറ്റേ? എന്താ കൊച്ചിന് പറ്റേ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ തോന്നിയ സാരി നീ കാണിച്ച? നിനക്ക് എവിടെയെങ്കിലും വായി നോക്കാൻ മുടങ്ങി കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെയും ഏൽപ്പിച്ചിട്ട് പോകണം. ഇത്തിരി പോന്ന കൊച്ചിനെ അവള് പൂട്ടിയിട്ടിട്ട് പോയിരിക്കാം. ആ എന്താ നാത്തൂനെ ഇത്? ഞങ്ങള് വരുമ്പോ അവള് താഴെ വീണ് കിടക്ക. കസേരയെന്നെങ്ങാണ്ട് വീണതാ. ഇനി ഷോക്ക് അടിച്ച് കിടക്കാണോ ഒന്നും അറിയില്ലല്ലോ. പാവം അത് ആകെ പേടിച്ചിരിക്കായിരുന്നു. എന്താടി തങ്കം, നിന്റെ തലക്കകത്ത് ഓളുണ്ടോ? നിനക്ക് ദേഷ്യം വാശിയും ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഈ കൊച്ചിനോടല്ല, കുട്ടികളെല്ലാവരും ബലിയാടാക്കേണ്ടത്. കുട്ടികളുടെ എന്നൊക്കെ പറയുന്ന ഒരു യോഗമാണ്, ഒരു ഭാഗ്യമാണ്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അവരെ മര്യാദയ്ക്ക് വളർത്താനുള്ള പക്വതയും കൂടെ വേണം. നിനക്കില്ലാത്തതും അതാണ്. നിനക്ക് എന്താടി കൊച്ചിനെ പോലെ കൂടെ വിട്ടാ കുഴപ്പം? എന്താടി? അതെ, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും കേട്ടാ. സോറി ട്ടാ, നീ അമ്മ തല്ലൂല്ലേ? Alien versus Alien.